എന്റെ പൊന്നോ സർ. സൺഡേ ആയിട്ട് എന്താടോ പരിപാടി? സൺഡേയിലും ഒന്നുമില്ല സർ. എന്നാ പരുങ്ങുന്നേ? ഏയ് അല്ല, ആരെങ്കിലും വളച്ചകത്ത് കേട്ടിട്ടുണ്ടോ? എന്താ സർ? എന്നെ പോലെ മലയാളം പഠിപ്പിച്ചു തുടങ്ങിയോ? നമുക്ക് അങ്ങോട്ടിരിക്കാം. ഇരിക്കാം, നമുക്കിരിക്കാം. വരട്ടെ. കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലായോ? ടോമി ചായനോ? ഹലോ, എന്നെ പന്തം കണ്ട് പെരിച്ചഴിയെ പോലെ. ഹേയ്, ഞാൻ വെറുതെ ഇതുവഴി പോയപ്പോ ചുമ്മാ ഒന്ന് കേറിയതാ. ഏതായാലും സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് വന്നതല്ലേ, ഇതിരിക്കട്ടെ. നീ കുടിച്ചോ. ഞങ്ങൾ രണ്ടുപേരും ടോമിച്ചാനെ കാണാൻ വരെ ഇരിക്കായിരുന്നു, ഒരു മോറൽ സപ്പോർട്ടിന്. എന്നതാ? പറ. ഞങ്ങൾക്കേ ടോമിയുടെ ഒപ്പ് വേണം. ഒപ്പോ? ടോമിച്ചാനെ കൂടെ കൺഫ്യൂഷൻ ആക്കാതെ ഞാൻ പറയാം. ഞങ്ങളെ ഒരു ചെറിയ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഒരു സാക്ഷി ടോമിച്ചായ. എന്താ, സമ്മതമല്ലേ? ഓക്കേ. താങ്ക് യു, താങ്ക് യു. താങ്ക് യു. വെൽക്കം. ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. സതീഷ് സർ, യു മേ. ഷാദി മുബാറക്. താങ്ക് യു സർ. കൺഗ്രാറ്റ്സ്. താങ്ക് യു. They are coming. Congrats and wish you a happy married life. Thank you. താങ്ക് യു സതീഷ്. അങ്ങനെ നിന്റെ ലൈഫും ഭാര്യ നക്കി. ഈ ലീനെ എവളെ ഏതാ മുതലെന്നറിയോ? അയ്യോ, പാവത്തിനെ പേടിപ്പിക്കല്ലേ. അതെ, ഇന്നലെ പപ്പ വിളിച്ചായിരുന്നു കാഞ്ഞിരപ്പള്ളിന്ന്. 2 കന്നാസ് മണ്ണെണ്ണ കരുതിയിട്ടുണ്ടെന്നാ പറഞ്ഞേ. ഒന്ന് നിനക്കും ഒന്ന് പപ്പയ്ക്കും. തലവഴി ഒഴിച്ച് കത്തിക്കാൻ. ഓ, ടോമിച്ചായൻ എന്നാ പപ്പയല്ലേ, അതാ ആദ്യത്തെ ചൂടൊക്കെ ഉള്ളൂ. എനിക്കതല്ല, അമ്മച്ചിക്ക് വിഷമായിട്ടുണ്ട്. അമ്മച്ചി വോളണ്ടറി റിട്ടയർമെന്റിന് എഴുതി കൊടുത്തിട്ടാ പോയേക്കുന്നത്. ആ, ഇനി വരുന്നിടത്ത് വെച്ചാണ് അല്ലേ മാഷെ? ഓ അല്ലേ. This is exact place 14 kilometers from Pakistan border. ശ്രീകുമാർ, Sir. now you can go ahead with your mission. Sir. Everything is set. Sir. മുള്ളാർ ലേക്കിന് സമീപം കുറച്ച് ഫോഴ്സസിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. Sir. 1 മാസത്തെ മിഷന് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും അവിടെ റെഡിയാണ്. ബട്ട് കീപ് ഇൻ മൈൻഡ്, ദർ ഇസ് എ ത്രെറ്റ്. സൂക്ഷിക്കണം. വെറും 3 കിലോമീറ്ററിനപ്പുറം ബോർഡർ. സതീഷ് കൂടെ ഉണ്ടോ? ലീനെ ഞാൻ മിലിറ്ററി ഗസ്റ്റ് ഹൗസിലാക്കിട്ട് പോട്ടെ സർ. എന്തിന്? ടേക്ക് ഹർ ടു ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് എ ഹാങ് ഔട്ട്. Sir. എന്താ, അവൾക്ക് പേടിയുണ്ടോ? പേടിയോ? അവൾക്കോ? കൊള്ളാം. Then carry on, man. Have fun. Satish, everything ready? Okay, sir. Right. Leena, ആ, are you comfortable there? എന്റെ കാര്യത്തിൽ വേറെ ചെയ്യണ്ട മാഷെ. ഐ ആം കംഫർട്ടബിൾ. Okay, let's move. ആ ക്വാർട്ടേഴ്സിലാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. വാ. പ്ലീസ്.
Yeah, it's good. സർ, ഞാൻ അധികം പാരയാവുന്നില്ല സാറിന്റെ റൊമാൻറ്റിക് മൊമെന്റ്സിനും കോൺഫിഡൻഷ്യൽ മിഷനും. സോ സി യു സർ. Right. Jayanth. ഹോ, എന്തൊരു വിജനതയാ. പുറത്തോട്ട് നോക്കിയിട്ട് പേടിയാവുന്നു. എന്നാ പിന്നെ നോക്കണ്ടെന്ന് വെച്ചാ പോരെ. എന്തൊരു തണുപ്പാ. അതെ, ഞാനിതൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ, നീ പോയി റെസ്റ്റ് എടുക്ക. മേജർ ജനറൽ ശരത് സർ ഡൽഹിയിൽ നിന്ന് എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു. എംബസി ഇൻസിഡൻസിന്റെ പേരിൽ ശ്രീകുമാറിന് അവിടെ മിലിറ്റൻസിന്റെ ത്രെറ്റ് ഉണ്ട്. സർ, ശ്രീകുമാർ സാർ എന്നാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥലം വേണമെന്ന്. ശരിയാണ് സതീഷ്, വി ഹാവ് ടു ഡു സംതിങ്. സർ, ഇത്രയും കോൺഫിഡൻഷ്യൽ മിഷനായ സ്ഥിതിക്ക് മറ്റാരെയും അറിയിക്കാതെ നമുക്കൂടി ഒന്ന് പോയാലോ? ഷുവർ, വി ഹാവ് ടു റെൻഡർ ഹിം സപ്പോർട്ട് ആൻഡ് യു പ്ലീസ് അറേഞ്ച് എ ചോപ്പർ. ഓക്കേ സർ, ഇറ്റ്സ് ഓൾറെഡി അറേഞ്ച്ഡ്. നമുക്ക് അവരെ സേഫ് ആയിട്ട് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. ആൻഡ് ഐ നോ വാട്ട് ടു ഡു. സർ, നമ്മളെന്നാ തിരിച്ചു പോകുന്നേ? എന്തു പറ്റി, മടുത്തോ? പിന്നില്ലാതെ 3 ആഴ്ചയായില്ലേ ഇവിടെ വന്നിട്ട്. ശ്രീയേട്ടൻ ഇതിന് മുന്നിൽ തപസിരിക്കുന്ന കാരണം ദിവസങ്ങൾ പോകുന്ന അറിയത്തില്ല. വെറും 2 ദിവസം കൂടി, അതിനുള്ളിൽ എന്റെ മിഷൻ കംപ്ലീറ്റ് ആവും. പിന്നെ രാജ്യരക്ഷയ്ക്ക് വേണ്ടി ഈ ശ്രീകുമാർ സ്വയം നിർമ്മിച്ച ഈ സോഫ്റ്റ്വെയർ റെഡി. ഓ, ദാറ്റ്സ് ഗ്രേറ്റ്. तू हमको जिंदा चाहिए. जो सॉफ्टवेयर तूने डेवलप किया है वो अब से हमारे लिए इस्तेमाल होगा. नो साले तेरा मिशन. अबे हट. तू बता उसे, तू समझा उसे, अगर जिंदा रहना है तो हमारे लिए काम करे. ശ്രീയേട്ട ചെയ്യാന്ന് പറ. ശ്രീയേട്ട, ഈ മിഷനും ജോലി ഒന്നും വേണ്ട, നമുക്ക് ജീവിച്ചാൽ മതി. പ്ലീസ് പ്ലീസ് ശ്രീയേട്ട. अभी बोल, हमारे साथ काम करना है या नहीं? नो. साले, तुझे जिंदा नहीं छोड़ूंगा. Kumar, come on. Satish, take her. Sir, don't panic. The chopper is ready. Come on, let's make it fast. സംഭവിച്ചത് എനിക്കാണെങ്കിലും തളർന്നു വീണത് അവളായിരുന്നു. എനിക്ക് വെടിയേറ്റത് കണ്ട് അവൾക്കുണ്ടായൊരു ഷോക്ക് അവളുടെ മനോനില ആകെ തെറ്റിച്ചു. ഒരുതരം മാനസിക വിഭ്രാന്തി. പിന്നെ ഹോസ്പിറ്റൽ, അവിടുത്തെ ഷോക്ക് ട്രീറ്റ്മെന്റ്.
സതീഷ്. സർ, ഉം. ശ്രീകുമാർ സാർ ഹോസ്പിറ്റലായതുകൊണ്ട് ഒരുപാട് വർക്ക് പെൻഡിംഗ് ആണ്. ഒന്ന് ഹെൽപ്പ് ചെയ്യായിരുന്നു. That's fine. And keep continuing the support. എന്നെ റിലീവ് ചെയ്തിട്ട് ആഴ്ച 2 നാളെ മോർണിംഗ് ഫ്ലൈറ്റിന് ഞാൻ പോകും. എങ്ങോട്ടാണ് സർ? സൗത്തിലേക്ക്. കുറെ ആയില്ലേ ഇവിടെ. ശ്രീയോട് ഞാൻ പോകുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഈ അവസ്ഥയിൽ അവനത് വിഷമാവും. ശരിയാണ് സർ. അവന് നല്ല ത്രെറ്റുണ്ട്. അവന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്യിക്കണം. സർ, ഓക്കെ. ആൻഡ് സതീഷ്, എന്ത് വില കൊടുത്തും ശ്രീയെ കൊണ്ട് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യിക്കണം. നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് നാഴികക്കല്ലാവാൻ പോകുന്ന മേജർ എലമെന്റ്സ് ഉണ്ട് അവന്റെ തലയ്ക്കുള്ളിൽ. ഐ വിൽ ഡു എവറിത്തിങ് പോസിബിൾ സർ. ആൻഡ് താങ്ക്സ് ഫോർ എവറിത്തിങ്. ബൈ. മൈ പ്ലഷർ സർ. ഈ ഷോക്കിൽ നിന്ന് ഗ്രാജുവലായി നോർമലാവൂ. ഇനിയൊരു ഷോക്ക് തെറാപ്പി സാധ്യമല്ല. ഷീസ് ക്യാരിങ് ടു. ഇപ്പൊ നമുക്ക് ഈ മെഡിസിൻസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാമെന്നേ ഉള്ളൂ. ഫർദർ ട്രീറ്റ്മെന്റിനായി നാട്ടിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. അതൊരു അറ്റ്മോസ്ഫിയർ ചേഞ്ച് കൂടിയാവും. പ്രത്യേകിച്ച് ശ്രീകുമാറിന് ഇവിടെ ഇത്രയും ത്രെട്ടുള്ള സ്ഥിതിക്ക്. ഒരു ഒളിച്ചോട്ടം. പൂർത്തിയാക്കേണ്ട ആ അസൈൻമെന്റ് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഭീരുവാണ് റോയിച്ചായ ഞാൻ. സ്വന്തം ഭാര്യ, കുട്ടി, സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം, ഇതെല്ലാം സ്വപ്നം കാണുന്ന ഏതൊരാളും ഭീരുവായിപ്പോവും റോയിച്ചായ. സുജയെ എനിക്കിനി പഴയ അവസ്ഥയെ കാണാൻ പേടിയാ. കഴിഞ്ഞ 5 വർഷം സുജയ്ക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഞങ്ങൾ സന്തോഷമായിട്ടാണ് ജീവിച്ചത്. ഒന്നിനും ഒരു കുറവില്ലായിരുന്നു. പക്ഷേ എന്ത് പക്ഷേ? സുജിക്കും ഇതൊക്കെ അറിയാവുന്നല്ലേടാ, പിന്നെന്താ അവളിപ്പിങ്ങനെ? എനിക്കറിയില്ല റോയിച്ചായ. നീ സമാധാനായിട്ടിരിക്കെ, ഞാൻ അവളോടൊന്ന് സംസാരിച്ചു നോക്കാം. അവൻ നിന്റെ മോളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ ഇത്രയും നല്ല ജോലിയും പദവിയും എല്ലാം ഉപേക്ഷിച്ച് ആ മലമ്പൂട്ടിൽ വന്ന് ഇങ്ങനെ ജീവിക്കുന്നത്. സുജ, നീ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ അതിനൊരു കാരണമുണ്ട്. കാരണക്കാരൻ ടോമിച്ചായനും. അന്ന് ബാങ്കിൽ ഓഡിറ്റിംഗ് ഉണ്ടായിരുന്ന ദിവസം ടോമിച്ചായൻ എന്നെ കാണാൻ വന്നത്. നീ എന്നാ പറഞ്ഞാലും അതിന് ന്യായീകരണം ആവില്ല ലീനെ. നീ ഇന്ന് ഇല്ലാതാക്കുന്നത് ഒരു പുരുഷനെ, രാജ്യത്തിന് വേണ്ടി ഒരുപാട് ഉത്തരവാദിത്വമുള്ള ജോലി ചെയ്ത് തീർക്കേണ്ട മിടുക്കനായ ഒരാളെ. നിന്റെ പേടിയും അസുഖത്തിന്റെയും കാര്യം പറഞ്ഞ് അവൻ വെറുതെ ജീവിതം പാഴാക്കുക. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ മോള് വളർന്നു വരികയല്ലേ. അവക്ക് അവളുടെ SSLC ബുക്കിൽ പൂരിപ്പിക്കാൻ ഒരു കോളമുണ്ട്, പേരൻസിന്റെ ജോലി എന്താണെന്ന്. അമ്മ വീട്ടുജോലിക്കാരിയാണെങ്കിൽ ഹൗസ് വൈഫ്, വീട്ടമ്മ എന്നെഴുതാം. വീട്ടുജോലി അച്ഛനാവുമ്പോഴോ വീട്ടച്ഛൻ. അങ്ങനെ ഒരു തസ്തികയുണ്ടോ? അയാളും നീയും നാളെ മോളോട് സമാധാനം പറയേണ്ടി വരും. ഞാൻ എന്നാ ചെയ്യാനോ ടോമിച്ചായ? ഞാൻ ശ്രീയേട്ടനോട് പറയാഞ്ഞിട്ടാണോ? ടോമിച്ചായൻ അറിയോ? ശ്രീയേട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞ സമ്മതിക്കോ? എന്തടാ? ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ച് ജോലിക്ക് ജോയിൻ ചെയ്താലോ? ഇതിപ്പോ എന്താ അങ്ങനെ തോന്നാൻ? ശ്രീയേട്ടൻ എന്ത് നല്ല ജോലി ചെയ്തിരുന്ന ആളാ. ഞാൻ കാരണം ശ്രീയേട്ടൻ. എനിക്കിപ്പോ ഒരു പേടിയുമില്ല ശ്രീയേട്ടാ. അന്നങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് വെച്ച് ശ്രീയേട്ടൻ എവിടെ എത്തേണ്ട ആളാ? വേണ്ട, ഒന്നും വേണ്ട. വാ, മോള്, നീയ്, ഞാൻ, നമ്മുടെ ഈ ചെറിയ കുടുംബം, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാ മതി. നീ അയാളെ പഴയ ശ്രീകുമാറാക്കാൻ നിനക്കേ പറ്റൂ. അയാൾക്ക് ബോധ്യപ്പെടണം നിനക്കിനി അസുഖം തിരിച്ചു വരില്ലെന്ന്, നിനക്കാരെയും ഭയമില്ലെന്ന്. ശ്രീകുമാർ ഇല്ലെങ്കിലും നിനക്കും മോൾക്കും ഒരു ചുക്കും സംഭവിക്കില്ലെന്ന്. എങ്ങനെ? ശ്രീയേട്ടനെ വിട്ടിട്ട് മാറി നിൽക്കാൻ പോലും ഒരിടമില്ല. സ്വന്തം പപ്പയ്ക്കും മമ്മിക്കും പോലും എന്നെ വേണ്ട. അതും തീരേണ്ടതല്ലേ ലീന? കാലം എത്രയായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്? അതിനും പരിഹാരമാവും. നിനക്കൊരു പ്രശ്നം വന്നു നോക്കട്ടെ, അപ്പൊ അറിയാം നിന്റെ പപ്പ കൂടെ ഉണ്ടാവുമെന്ന്. നോക്ക്, ഞാൻ പറയുന്നത് പോലെ നീ അനുസരിച്ചാ മതി. നീ വണ്ടി കയറി, ബാക്കി വഴിയെ പറയാം. അപ്പോ ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. നാളെ തന്നെ നീ ജോലി രാജിവെക്കുന്നു. ഓക്കേ? ശരിയാ റോയിച്ചായ, ഞാനായിരുന്നു എല്ലാറ്റിനും കാരണം.
ഞങ്ങള് അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചേനെ. പിന്നെ ആലോചിച്ചപ്പോ ടോമിച്ചായൻ പറയുന്നതിലും ഒത്തിരി കാര്യമുണ്ടെന്ന് തോന്നി. ഇനി കാപ്പി കുടിച്ചിട്ടാവാം. അവൻ പറയുമ്പോ അവനായിരുന്നു ശരി, നീ പറയുമ്പോ നീയാണ് ശരി. ഒരു കാര്യത്തിന് രണ്ട് ശരിയോ? രണ്ടും ശരിയാവില്ല. നീ നിന്റെ വീട്ടിൽ നിൽക്കുന്നതും ഞാൻ ജോലിക്ക് പോകുന്നതും. നമുക്ക് തിരിച്ചു പോവാം സുജയ്, എന്നിട്ട് പഴയതുപോലെ തന്നെ ജീവിക്കാം. വാ. അത് ഇല്ല ശ്രീയേട്ടാ. ഇനി നമ്മൾ ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ അത് ശ്രീയേട്ടൻ ഏറ്റെടുത്ത ആ ജോലി പൂർത്തിയാക്കിയിട്ട് വേണം. ഇനിയിപ്പോ ശ്രീയേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമ്മുടെ മോള് പറഞ്ഞോളൂ, എന്റെ അച്ഛൻ ജീവിച്ചത് രാജ്യത്തിന് വേണ്ടിയായിരുന്നു എന്ന്. നമ്മളെ ബി ബ്രേവ് മാൻ. ഇതുവരെ ഉണ്ടായിരുന്നത് ഒരു വലിയ പടപ്പുറപ്പാടിന് മുമ്പുള്ള ഇടവേളയായി കരുതിയാൽ മതി. നമ്മൾ വീണ്ടും കശ്മീരിലേക്ക്. താൻ നിർത്തിയെടുത്തുനിന്ന് നമ്മൾ തുടങ്ങുന്നു. താൻ ആ മിഷൻ പൂർത്തിയാക്കുന്നു. याद है इनको? യെസ് സർ. വൺസ് അഗൈൻ സതീഷ്. ഹലോ. ഹായ്. He has been reappointed by the Army headquarters. വെൽക്കം ബാക്ക് സർ. താങ്ക് യു. യെസ്, നെറ്റ് ട്രാഫിക്കിംഗ് ഏറ്റവും കുറവുള്ള അതേ സ്ഥലം തന്നെ നമുക്ക് ഇത്തവണയും വേണം. ടു ബി പ്രിസൈസ്, നമ്മൾ അവിടെ നിന്ന് തന്നെ തുടങ്ങുന്നു. അതായത് മിലിറ്റൻസ് എന്നെ ക്യാപ്റ്റീവ് ആക്കിയ ദ സെയിം പ്ലേസ്. ആം ഐ റൈറ്റ് സർ? Absolutely. സർ. സർ, എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുണ്ട്. ഐ മീൻ സം സോർട്ട് ഓഫ് ഹോംവർക്സ്. ഷാൽ ഐ? Go ahead. ജയൻ സർ. സർ. സർ, ഇത് ഫേസ്ബുക്ക് പേജ്. ഇപ്പോൾ മിലിറ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റിലൂടെയാണ്. ആർക്കും ഒരു സംശയം തോന്നാത്തൊരു കമ്മ്യൂണിക്കേഷൻ. ഞാനും ഈ ഫേസ്ബുക്ക് പേജിലൂടെ നമ്മളുടെ ഒരു ഓപ്പറേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകും സർ. Means? ദാറ്റ് മീൻസ് അന്ന് എന്നെ മിലിറ്റൻസ് അറ്റാക്ക് ചെയ്ത ദ സെയിം സ്ഥലത്ത് വെച്ച് ഞാനും സതീഷും കൂടി ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നു. എന്നിട്ട് ഇതേ സോഷ്യൽ നെറ്റ്വർക്കിലൂടെ അവർ ആ ഇൻഫർമേഷൻ ഹാക്ക് ചെയ്യും. റൈറ്റ്? ദാറ്റ്സ് റൈറ്റ്. There you are. Brilliant. Sir. Satish, Yeah. you may go and make preparations. Sir. ഇത് GPS RFID മൈക്രോചിപ്പ് ഇൻജക്ടർ. ഒരു ചിപ്പ് ഇപ്പൊ തന്റെ കയ്യിൽ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് ദ ചിപ്പ് ഇസ് ആക്റ്റീവ്. I'll show you. Relax. See the chip? The device is perfectly active now. ഏത് പാതാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞങ്ങൾ സ്പോട്ട് ചെയ്യും തന്നെ. ഡോണ്ട് വറി. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ടഫ് ജോബ്. ഇത് ശ്രീകുമാറിന്റെ സെക്കൻഡ് സ്പെൽ. എന്ത് വില കൊടുത്തും നമുക്ക് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. അറിയാലോ, മിലിറ്റൻസിന്റെ നിരീക്ഷണത്തിലാണ് ശ്രീകുമാർ. സോ ബി വെരി അലേർട്ട്. മൂവ്സ് confidential. സർ. സതീഷ്, സർ. ശ്രീകുമാർ ഫുൾ ഫോമിലാണ് വന്നിരിക്കുന്നത്. ആവേശം കൂടും. ഡോണ്ട് വറി സർ. ഞാൻ അപ്പോ വിവരങ്ങൾ തന്നോണ്ടിരിക്കും. ദാറ്റ്സ് ഗുഡ്. ടേക്ക് കെയർ.
नो हिलना मत। बांध लो दोनों को। चल उतर। भाई पकड़ लिया सालों को। पांच साल से मैं तुम्हें ढूंढ रहा हूं और आज तुम पकड़े गए। अबे डालो सालों की आंखों में पट्टी और गाड़ी में डालो। चलो पट्टी बांधो जल्दी। Major Sri Kumar? Major Sri Kumar? Do you read me? Major Sri Kumar? Major Sri Kumar? Lieutenant Colonel Tommy? Do you read me? Major Sri Kumar? Do you read me? Lieutenant Colonel Tommy? Major Sri Kumar? अबे कर्नल, तेरे दोनों आदमी मेरे पास है, समझा? अब वो मेरे लिए काम करेंगे। अगर काम नहीं करेंगे तो मारे जाएंगे। चल फोन रख। Bloody shit! Ullar Lake. Ompura Village. Sopor Gully. Major Patak, I need 3 commandos. Fully equipped. Immediately. वालेकुम अस्सलाम। यहां से बच के निकलने की कोई उम्मीद नहीं है। जिंदगी या मौत अब तेरे हाथ में है। मैं तुझे एक मौका और देता हूं। डू इट फॉर मी। कम ऑन! अबे हाथ खोल इसके। जो सॉफ्टवेयर तूने इन्वेंट किया है वो हमें दे। तेरे को जितना पैसा चाहिए हम देंगे। अब मैं बोलूं, जय हिंद। अबे उठा साले को। तू ये सॉफ्टवेयर हमको देगा। अगर नहीं देगा तो इसका सर काट के पार्सल में आर्मी के पास भेज दूंगा। नो 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 I will പ്ലീസ് സർ. നോ സർ, നോ സർ, നോ. ഇവരെന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ സർ, എന്നാൽ ഇത് കൊടുക്കരുത്. അത് രാജ്യദ്രോഹമാണ് സർ. മോനെ, ഈ വേഷമിട്ടുകൊണ്ട് നടക്കുന്ന ഞങ്ങളൊക്കെ എന്താ ഉണ്ണാക്കം വരാന്ന് വിചാരിച്ചോടാ? നീയൊക്കെ ഇവന്റെ ആളാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാടാ ഇൻഫർമേഷൻസ് മുഴുവൻ നിന്റെ അണ്ണാക്കിലേക്ക് തള്ളി നിന്നെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചത്. Bye. Major Sri Kumar is back. He is preparing for that mission. Can I log this information? Sure. 100%. Oh great. Major Sri Kumar. I want him alive. Done. Junaid, you got my point? इस बार ये प्रोजेक्ट मैं उससे करवाऊंगा. तू सिर्फ वो करेगा जो मैं तुझे कहूंगा. സർ, ഇതവന്റെ സ്കൈപ്പ് അക്കൗണ്ടാ. മേജർ സതീഷ്, സർ, ഇവനെ എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. സാർ, ഈ നായിന്റെ മോൻ കാരണമാ അന്ന് ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യാതെ ഞാൻ സുജയം കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോയത്. Sir,
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാറിന് മിഷൻ പൂർത്തിയാക്കാൻ പറ്റും തോന്നുന്നില്ല. അത്രയ്ക്ക് ത്രെട്ടുണ്ട്. ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് കോൺഫിഡൻഷ്യൽ ആയിട്ടൊരു വിവരം കിട്ടി. സാറിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു അനോണിമസ് മെസ്സേജ്. അതില് സാറിനെയും കുടുംബത്തിനെയും മിലിറ്റന്റ് ഗ്രൂപ്പ് ഫിനിഷ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പിന്നെ എന്ത് ചെയ്യണം സതീഷ്? എന്തുകൊണ്ടും നാട്ടിലേക്ക് പോകുന്നതാണ് നല്ലത് സാർ. പിന്നെ മാഡത്തിന്റെ അവസ്ഥയും. ഒരു കാര്യം കൂടി, നാട്ടിലാണെങ്കിലും സാറിന്റെ ഐഡന്റിറ്റി മറ്റാരും അറിയണ്ട. ഈ മിലിറ്റന്റ് ഗ്രൂപ്പിന് നാട്ടിൽ നല്ല ലിങ്കുണ്ട്. സാർ എന്തായിരിക്കും സാർ ഇവന്റെ മോട്ടീവ്? സിമ്പിൾ. അവന് വേണ്ടത് പണം. സർവീസ് തീർന്ന് നാട്ടിൽ ചെന്നാൽ സുഖിച്ച് ജീവിക്കാനുള്ള വക. കൊല്ലട്ടെ സാർ ഈ പന്നനെ. അതേടാ, ഞാൻ തന്നെയാ. ടോമി ഇപ്പൊ എത്തും, പട്ടാളം വളയും എന്നൊക്കെയായിരിക്കും നിന്റെ വിചാരം. പക്ഷേ അതിനു മുമ്പ് നീ തീരും. ബൈ, ഫിനിഷ്. काट डाल साले को। I want him!
മോളു. അച്ഛായോ ശോശാമോ സുഖമല്ലായോ? ഞാൻ പറഞ്ഞതല്ലായിരുന്നു സുരക്ഷിതമായിട്ട് തിരിച്ചേൽപ്പിക്കുമെന്ന്. I've kept my word. എന്നാ പിന്നെ ഞാനങ്ങോട്ട്